ഹലോ ഓൾ, ഈ നിൽക്കുന്നതാണ് യോനാച്ചൻ. യോനാച്ചനെ എല്ലാവർക്കും ഒരുവിധം അറിയാം, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. യോനാച്ചൻ്റെ ബർത്ത്ഡേയായിട്ട് യോനാച്ചൻ്റെ ആഗ്രഹം പറഞ്ഞു, ഫുഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കണം, ഇവിടെ അമ്മയും ഞാനും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. എന്താ പറയുക, നമ്മുടെ യോനാച്ചൻ്റെ ആഗ്രഹമല്ലേ. ഇത് പുതിനയാണ്, മിൻറ്റ്, അമ്മയുടെ കൃഷിയാണ്. ഇത് രമ്പയെന്ന് പറയുന്നവരല്ലേ. ഈ സംഭവം അടിപൊളിയാണ്. പറിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന് നേരം. പക്ഷെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇട്ട് കഴിയുമ്പോൾ സൂപ്പറാണ്. നല്ല നാടൻ കറിവേപ്പിലയാണ്. ചീപ്പ് ഷൈനിങ് ഞാൻ വിചാരിക്കരുത്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന നൈഫാണ്. സംഭവം അടിപൊളി കേട്ടോ, ഹോം വേ സൂപ്പറാണ്. നല്ല നല്ല നൈഫുകളാണ്. കറി പീസിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ചിക്കൻ, നമ്മുടെ ബാക്കിയുള്ള എന്താ പറയുക ഉരുളക്കിഴങ്ങ് വെക്കേണ്ട കേട്ടോ. തീരെ ഇതായി പോരുതല്ലോ, കുറച്ച് വെറൈറ്റി ഒക്കെ പിടിക്കാം. പിന്നെ ഗ്യാസിൻ്റെ ലഭ്യത കുറവായതൊന്നുമല്ല, എന്താ പറയുക വിറകടുപ്പ് ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ നമ്മുടെ അടുപ്പിൽ തന്നെ അവന് വേണം എന്ന്. കാര്യം എന്ന് വെച്ചാൽ അമ്മ ചോറ് വെച്ചത് അവൻ കണ്ടു, അപ്പം അങ്ങനെ തന്നെ വേണം. ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവാം. കണ്ണിൽ പുക കയറരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പുക കയറാത്ത രീതിയിൽ തന്നെയായിരുന്നു കുക്കിംഗ്. വെളിച്ചെണ്ണയാണ് ഇത്. പിന്നെ നമ്മുടെ മസാല മീൻസ് ഹോൾ സ്പൈസസ്, മറ്റേ കുറച്ച് തമിഴ്നാട് സെറ്റപ്പിൽ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ മണ്ടയ്ക്കടം പ്രതി കൊണ്ടുവന്ന് പോയപ്പോൾ വാങ്ങിയിട്ടാണ്. ഇതിൽ ബേ ലീവ്സ്, ബാക്കി കുറച്ച് നമ്മുടെ എന്താ പറയുക ഡ്രൈ ചില്ലി, ജീരകം എല്ലാം ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ സവാള. സംഭവം കൊച്ചുള്ളിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, വൃത്തിയാക്കാനുള്ള മടി കാരണം ക്യാൻസൽ. കറിവേപ്പില. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുമല്ലോ. വിറകടുപ്പിൽ പാചകം അത്ര എളുപ്പമല്ല, അത്ര ഈസിയല്ല. അമ്മമാരെ സമ്മതിക്കണം. പിന്നെ ഈ പൊടികളെല്ലാം ഓൾറെഡി അമ്മ വറുത്ത് വെച്ചിരുന്നതാണ്. മൂപ്പിച്ച് അല്ലാതാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വറുത്ത പൊടികൾ തന്നെയായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാല ഒന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് ഞാൻ ഉള്ളിയുടെ കൂടെ വാട്ടിയെടുത്തില്ല, സത്യത്തിൽ എന്താ പറയുക വേവിച്ചെടുക്കാൻ നോക്കിയതാണ്. അതൊരു വെറൈറ്റി സംഭവം, നല്ല എരി ആ ഒരു ഇതിൽ നിൽക്കും, മീറ്റിൽ പിടിക്കുകയും ചെയ്യും. മീൻസ് ചിക്കനകത്ത്. ഇനി ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, അറിയാലോ. വെന്ത് കഴിയുമ്പോൾ ചിക്കൻ്റെ വെള്ളമോട് ഇറങ്ങും. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചുകൂടെ വേവിക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഉപ്പ് പുള്ളിക്കാരൻ വലിച്ചുകൊണ്ട് പോകും, അപ്പം ഉപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. എന്താ പറയുക, ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രമ്പ അതിട്ട് കൊടുക്കാം. പിന്നെ ഈ നടുക്കിടാൻ പോകുന്ന ഇത് നമ്മുടെ മല്ലിയിലയുടെ മണം കിട്ടുന്ന സംഭവം. പിന്നെ ഇവനെന്തിനാ ഈ ഫോൺ ഇങ്ങനെ കറക്കിയെന്ന് എനിക്കറിയില്ല, ക്യാമറമാൻ്റെ ഒരു സ്കില്ലാണ്. ക്യാപ്സിക്കം ആഡ് ചെയ്തു. അടച്ച് വെച്ച് കുറച്ച് വേവിക്കാം. കുരുമുളക് പൊടിയാണ്. നമ്മുടെ കറി ഏകദേശം ഒരുവിധം സെറ്റായി, നല്ലൊരു തിളച്ചു. എൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടെന്നറിയില്ല, മലക്ക് റിയാസ് മോൻ വന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഉരുളക്കിഴങ്ങ് വെന്തോ ഇല്ലയോ എന്നുള്ള തർക്കം രഞ്ജു സോൾവ് ചെയ്തു. രഞ്ജു പുലരി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐറ്റമായ പുതിന, നമ്മുടെ മിൻറ്റും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഇത് അമ്മ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ അമ്മ തന്നെ പറഞ്ഞാണ്, പുറത്ത് വെച്ച് കറി ഉണ്ടാക്കിയതിൻ്റെയും പിന്നെ പുകയുടെ മണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതൊക്കെ മാറുമെന്ന പുള്ളിക്കാർ പറഞ്ഞ്. ഓരോ വിശ്വാസം, എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ കറി സെറ്റായി. വാങ്ങിയെന്ന് വെച്ചാൽ അടുപ്പത്തു നിന്ന് ഇറക്കി താത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ നല്ല റേഷനറി ചോറ്, റേഷനറി മോശം പറയില്ല കേട്ടോ, അടിപൊളി സാധനമാണ്, സർക്കാരിന് നന്ദി. പിന്നെ നമ്മുടെ ചിക്കൻ കറി, അമ്മ ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. യോനാച്ചൻ ഹാപ്പിയാണ്, കുറേയൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. സത്യത്തിൽ ഈ തീ കത്തിക്കാനുള്ള ആവേശം കൂടി പോയിട്ടാണോ അല്ലെങ്കിൽ അത് രസം കൊണ്ടാണെന്നറിയില്ല, ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് പാളിയായിരുന്നു കേട്ടോ. അതായത് തിളച്ച് പറ്റിപ്പിക്കാനുള്ള സെറ്റപ്പ് നോക്കിയതാണ്, പക്ഷേ ചെറിയൊരു എന്താ പറയുക അടുക്കി പിടിക്കുന്ന ആ സെറ്റപ്പിലേക്ക് പോയി. പക്ഷെ എന്നാലും എഡിറ്റ് ചെയ്തെടുത്തു. കണ്ടില്ലേ, മണമണഴിച്ചുള്ളൂ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ കൂടെ പ്രിപ്പിളാണ്, കുന്നേലാണത്, റിയാസ്, അവൻ സൗദിയിലാണ്. എന്താ പറയുക, എല്ലാവരും ഹാപ്പിയാണ്. അതെ വാരി കൊടുത്തിട്ടില്ലേ, എനിക്കും കിട്ടാറുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു.